السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. الذين آمنوا وهاجروا وجاهدوا في سبيل الله بأموالهم وأنفسهم أعظم درجة عند الله وأولئك هم الفائزون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സ്വർഗലോകത്തെ സംബന്ധിച്ച് അള്ളാഹു അവന്റെ വിശുദ്ധ ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുവചനങ്ങളിലൂടെയും നമുക്ക് പകർന്നു തന്നിട്ടുള്ള വിവരണങ്ങളിലൂടെയാണ് പരലോക വിശ്വാസം എന്ന നമ്മുടെ പഠന പരമ്പരയുടെ ഭാഗം എന്ന നിലക്ക് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വർഗത്തിന്റെ വാതിലുകൾ, അതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. 8 കവാടങ്ങളാണ് സ്വർഗീയ കവാടങ്ങൾ എന്ന് ഹദീസുകളിലൂടെ നമ്മൾ ഗ്രഹിക്കുകയുണ്ടായി. ആ കവാടങ്ങളുടെ വീതി, അതല്ലെങ്കിൽ അതിന്റെ കട്ടിലകളുടെ 2 ഭാഗങ്ങൾ തമ്മിലുള്ള ഇടക്കുള്ള ദൂരം ഹദീസുകളിൽ പറയപ്പെട്ടിട്ടുണ്ട്. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ഇന്ന ബൈനൽ മിസ്റാഅൈനി മസാരിഇൽ ജന്നഹ് ഔ മാ ബൈന ഉദാദതയിൽ ബാബ് കമാ ബൈന മക്ക വഹജർ ഔ കമാ ബൈന മക്ക വബുസ്റ. മുത്തഫഖുൻ അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം. അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന ബൈനൽ മിസ്റാഅൈനി മസാരിഇൽ ജന്നഹ്, സ്വർഗ കവാടങ്ങളുടെ ഇടയിലുള്ള വീതി വിസ്താരം, അതിന്റെ ഇടക്ക്, ഔ മാ ബൈന ഉദാദതയിൽ ബാബി, ആ വാതിലുകൾക്കിടയിൽ അതിന്റെ കട്ടിലയുടെ ഒരു ഭാഗം, അതാണല്ലോ അതിന്റെ വീതി. അതിനെ സംബന്ധിച്ച് പറയുകയാണ്, കമാ ബൈന മക്ക വഹജർ, മക്കയും ഹജറും തമ്മിലുള്ള ദൂരം പോലെ. ഹജർ കിടക്കുന്നത് ബഹ്റൈനിലാണ്. മക്ക എവിടെ, ഹജർ എവിടെ, ബഹ്റൈൻ എവിടെ? അതല്ലെങ്കിൽ ലൗ കമാ ബൈന മക്ക വബുസ്റ, മക്കയുടെയും സിറിയക്കുമിടയിലുള്ള ദൂരം പോലെയാണ്. എത്ര വിശാലമാണ്, എത്ര വീതിയാണതിന്! അതൊരു വചനം.
ഇനി മറ്റൊരു ഹദീസിൽ മുസ്ലിമിൽ നമുക്ക് കാണാം, അന്നമാ ബൈനൽ മിസ്റാഇനി ഫിൽ ജന്ന മസീറത്തു 40 സനതൻ വലയഅതിയന്ന അലൈഹി യൗമുൻ വഇന്നഹു ലകളീളും മിനസ്സഹാം. അതിന്റെ രണ്ട് പൊളികൾക്കിടയിലുള്ള, അതല്ലെങ്കിൽ ആ കട്ടിലകൾക്കിടയിലുള്ള അതിന്റെ വഴിദൂരം മസീറത്തു 40 സനത്ത്, 40 കൊല്ലത്തെ വഴിദൂരം, 40 കൊല്ലത്തെ വഴിദൂരം എന്ന് മറ്റൊരു ഹദീസ്. വലയഅതിയന്ന അലൈഹി യൗം, ആ സ്വർഗ കവാടങ്ങൾക്കൊരു ദിവസം വരും, അന്ന് വഇന്നഹു ലകളീളും മിനസ്സഹാം, വമ്പിച്ച തിരക്ക് കാരണത്താൽ ഇങ്ങനെ തിങ്ങി ഞെരുങ്ങും അതിന്റെ വാതിൽക്കൽ കൂടെ നല്ല തിരക്കി കയറും ആള്. അങ്ങനത്തെ ഒരു ദിവസം അതിന് വരും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പൊ ഇതൊന്നും നമ്മുടെ കണക്ക് കൂട്ടലുകൾക്കും അപ്പുറമാണ്. ഒക്കെ നമുക്ക് ഏകദേശം മനസ്സിലാവുന്ന ഒരു അളവും കണക്കൊക്കെ പറഞ്ഞു. എന്നാൽ ഇവിടെ 40 കൊല്ലൊന്നും, അതുപോലെ തന്നെ മക്കയും ഹജറും, അതല്ലെങ്കിൽ മക്കയും സിറിയയും തമ്മിലുള്ള വ്യത്യാസം എന്നൊക്കെ പറഞ്ഞത് പണ്ഡിതന്മാർ ഈ രണ്ട് ഹദീസുകളുടെയും വഴിദൂരം വ്യത്യസ്തമാണല്ലോ. അപ്പൊ അതെങ്ങനെ? രണ്ട് ഹദീസുകളും സഹീഹുമാണ്. അപ്പോൾ പിന്നെ ഒന്നിനെ നിഷേധിക്കാനിട്ട് വകുപ്പുമില്ല. അങ്ങനെ വരുമ്പോൾ പണ്ഡിത ലോകം എന്താണ് ചെയ്യാറുള്ളത്? രണ്ടും ഹദീസ് സഹീഹായി വരുമ്പോൾ രണ്ടിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെ നിഷേധിക്കാതെ രണ്ടിനെയും കൂടെ കൂട്ടി യോജിപ്പിച്ച് വ്യാഖ്യാനിക്കും, ജംഅ് ചെയ്യും. അങ്ങനെ ഈ രണ്ട് വ്യത്യസ്ത അളവുകളെ കുറിച്ച് പണ്ഡിതന്മാര് പറഞ്ഞത്, സ്വർഗം എന്ന് പറഞ്ഞാൽ തന്നെ അതിന് പല ദറജകളും നമുക്ക് വിശദീകരിക്കാനുണ്ട്. പല ദറജകളും വ്യത്യസ്ത പദവികളുമൊക്കെയാണ് അവിടെ. അതുകൊണ്ട് അതിന്റെ വാതിലുകളും ഒരേ വീതിയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. വ്യത്യസ്ത വാതിലുകളുടെ വ്യത്യസ്ത അളവുകളായിരിക്കാം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെ വരുമ്പോ ഏതെങ്കിലും ഒന്നിനെ നിഷേധിച്ച് ഒരു ഹദീസിനെ തള്ളേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ അത്രയും വീതിയും വിസ്താരവും വിശാലവുമാണ്. അത്രയും ആളുകൾക്ക് കയറണമല്ലോ. വിശാലമാണ്, പ്രവിശാലമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇതൊക്കെ നമുക്ക് ഏകദേശം അങ്ങനെ മനസ്സിലാവുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു എന്നതല്ലാതെ നമ്മൾ കണക്കുകൂട്ടലുകൾക്കെല്ലാം അതീതമാണ്. എത്ര ഇപ്പൊ 40 കൊല്ലം ഒരു മനുഷ്യൻ സഞ്ചരിച്ച് 40 കൊല്ലത്തെ വഴിദൂരം എന്നൊക്കെ പറഞ്ഞാൽ എത്രയാ? എത്ര വിശാലമാണപ്പോ. അപ്പോ നമുക്കൊന്നും അത് ചിന്തിക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ സാധ്യമല്ല. അത്രത്തോളം വിശാലമാണ് സ്വർഗ കവാടങ്ങൾ എന്ന് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മാത്രമല്ല, ആ സ്വർഗത്തിനുള്ള വൈവിധ്യമാർന്ന വിവിധ പദവികളുണ്ട്, തട്ടുകളുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ നിന്നും അതുപോലെ തന്നെ ധാരാളക്കണക്കിന് ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ഇതൊക്കെ നമ്മുടെ അഖീദയുടെ ഭാഗമാണ്, നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് അല്ലാഹു തആല പറയുന്നു, സ്വർഗത്തിന്റേതായ പല കാര്യങ്ങളും വിശദീകരിക്കുന്നിടത്ത് സത്യവിശ്വാസികളായ ആളുകൾക്ക് കിട്ടുന്ന സ്വർഗം, ആ സ്വർഗത്തെ സംബന്ധിച്ച് പറയുമ്പോ وَمَن يَأْتِهِ مُؤْمِنًا قَدْ عَمِلَ الصَّالِحَاتِ فَأُولَئِكَ لَهُمُ الدَّرَجَاتُ الْعُلَى. وَمَن يَأْتِهِ, ആര് അല്ലാഹുവിന്റെ സമീപിക്കുന്നുവോ, നാളെ പരലോകത്ത് ആര് അല്ലാഹുവിന്റെ അടുക്കൽ ചെല്ലുന്നുവോ, തൊട്ട് മുമ്പത്തെ ആയത്തിൽ പറയുന്നത് وَمَن يَأْتِهِ مُجْرِمًا എന്നാണ്. കുറ്റവാളിയായിട്ട് ആരെങ്കിലും അല്ലാഹുവിന്റെ അടുക്കൽ ചെന്നാൽ അവർക്ക് ജഹന്നമാണ് എന്ന് അല്ലാഹു പറഞ്ഞതിന്റെ ശേഷം സൂറത്തു ത്വാഹയിലെ 75-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്, വമൻ യഅ്തിഹി, ആര് അല്ലാഹുവിനെ സമീപിക്കുന്നുവോ, അല്ലാഹുവിന്റെ അടുക്കൽ ചെല്ലുന്നുവോ, മുഅ്മിനൻ, യഥാർത്ഥ വിശ്വാസിയായ നിലയിൽ, ഖദ് അമില സ്സാലിഹാത്ത്, അവൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നല്ല കറകളഞ്ഞ വിശ്വാസവും ധാരാളം സൽക്കർമ്മങ്ങളൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് ആര് അല്ലാഹുവിന്റെ അടുക്കൽ ചെല്ലുന്നുവോ, ഫഉലൈക, അക്കൂട്ടർ, ലഹും, അവർക്ക് തന്നെയാണുള്ളത്, അദ്ദറജാത്തുൽ ഉലാ, അത്യുന്നതമായ ഉന്നതമായ പദവികൾ. ഒരു പദവി എന്നല്ല, ദറജാത്തുകളാണ്. സ്വർഗം എല്ലാം ഒരേപോലെയല്ല. പണ്ഡിത ലോകം വളരെ കൃത്യമായി പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ വിശദീകരിച്ചു, വൽ ജന്ന ദറജാത്തുൻ മുതഫാദില തഫാദുലൻ അളീമ, സ്വർഗത്തിന്റെ പദവികൾ വലിയ വ്യത്യാസമാണ്.
വലിയ വ്യത്യാസമാണ് സ്വർഗീയ പദവികൾ തമ്മിലുള്ളത്. وأولياء الله المؤمنون المتقون في تلك الدرجات بحسب إيمانهم وتقواهم. അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ചിട്ടുള്ള മുഅ്മിനുകൾ, ദോഷങ്ങളൊന്നും ജീവിതത്തിൽ വരാതെ വളരെ സൂക്ഷ്മതയോടെ ജീവിച്ച മുത്തഖീങ്ങൾ, അങ്ങനെയുള്ളവരാണല്ലോ റബ്ബിന്റെ അടുപ്പം കിട്ടിയിട്ടുള്ള വലിയകൾ എന്ന് പറയുന്നത്. അവരാണല്ലോ ഔലിയ എന്ന് പറയുന്നത്. വഔലിയാഉല്ലാഹിൽ മുഅ്മിനൂനൽ മുത്തഖൂന, അങ്ങനെയുള്ള ഔലിയാക്കൾ ഫീ തിൽക ദറജാത്ത്, ആ വ്യത്യസ്തങ്ങളായ പദവികളിലാണ്. ബിഹസ്ബി ഈമാനിഹിം വതഖ്വാഹും, അവരുടെ ഈമാനും അവരുടെ തഖ്വയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് ഓരോരുത്തരുടെയും ഈമാനിന്റെയും തഖ്വയുടെയും തോതനുസരിച്ച് സ്വർഗത്തിലും വ്യത്യസ്തങ്ങളായ പദവികൾ അള്ളാഹു നൽകുകയാണ്. അതാണ് നീതിയുടെ ലോകമാണ് പരലോകം എന്ന് പറയുന്നത്. നരകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, ആ നരകത്തിന് ദറകാത്തുകളുണ്ട്, സ്വർഗത്തിന് ദറജാത്തുകളുണ്ട്. നരകത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് അതിന് എന്തുണ്ടെന്നാ പറഞ്ഞത്? ദറകാത്തുകളുണ്ട്. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ, മുനാഫിക്കുകൾ നരകത്തിന്റെ അടിയിലെ തട്ടിലാണ്. അടിയിലേക്ക് പോകുന്തോറും ശിക്ഷയുടെ കാഠിന്യം കൂടും. സ്വർഗമോ ഉന്നതങ്ങളിലേക്ക് പോകുന്തോറും സൗകര്യങ്ങളും സുഖങ്ങളും വർദ്ധിക്കും. സ്വർഗത്തിന് ദറജാത്ത്, അതിന് വലിയ പദവികളുണ്ട്. ഓരോരുത്തരും ഇവിടെ ചെയ്ത നമ്മളൊക്കെ ഇശാനുസ്കരിച്ചു. ഇതിലിപ്പോ ഓരോ നിസ്കാരത്തിന്റെയും ഓരോരുത്തർക്കും അള്ളാഹു കൂലി കൊടുക്കുക വ്യത്യസ്തമായ നിലയിലായിരിക്കും. ഇപ്പൊ വളരെ കൃത്യമായി വിശ്വാസ രംഗത്ത് സൂക്ഷിക്കുന്ന, കർമ്മങ്ങളിൽ സൂക്ഷ്മത പുലർത്തുന്ന, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷ്മത പുലർത്തുന്ന മഹാഭാഗ്യവാന്മാർക്കും അത്രയൊന്നും അല്ലാത്ത അതിന്റെ താഴെയുള്ളവർക്കും ഒരേ സ്വർഗം കൊടുക്കുന്നത് നീതിയല്ലല്ലോ. അതുകൊണ്ട് റബ്ബ് നീതിമാനാണ്. അവൻ ഓരോരുത്തരുടെയും മനസ്സറിഞ്ഞ്, ഓരോരുത്തരുടെയും ഇഖ്ലാസിനനുസരിച്ച്, നിയ്യത്തിനനുസരിച്ച് കൃത്യമായ പ്രതിഫലമാണ്. ഒരണുത്തൂക്കം കമ്മി വരുത്താതെ, വലാ യുളമൂന നഖീറാ, അല്പം പോലും അല്ലാഹു തആല കമ്മി വരുത്താതെ. ഇന്നല്ലാഹ ലാ യളിമു റബ്ബുക, ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു തആല ലാ യളിമു മിസ്ഖാല ദർറ, ഒരണുത്തൂക്കം അവൻ അക്രമം പ്രവർത്തിക്കൂല, നീതി ചെയ്യൂല, ആദിലാണവൻ. അതുകൊണ്ട് അതിന് സുഖങ്ങളിലാണെങ്കിലും ആ വ്യത്യാസം ഉണ്ടാവും, ശിക്ഷയിലാണെങ്കിലും ആ വ്യത്യാസം ഉണ്ടാകും. ആയത്തുകൾ തെളിവായിക്കൊണ്ട് പണ്ഡിതന്മാര് പറയാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉൻളുർ കൈഫ ഫദ്ദൽനാ ബഅദഹും അലാ ബഅദിൻ വലൽ ആഖിറതു അക്ബറു ദറജാതിൻ വഅക്ബറു തഫ്ദീലാ. അള്ളാഹു പറയാണ്, ഉൻളുർ, നീ നോക്ക്, കൈഫ ഫദ്ദൽനാ ബഅദഹും അലാ ബഅദിൻ, അവരിൽ ചിലരേക്കാൾ നാം എങ്ങനെയാണ് ശ്രേഷ്ഠപ്പെടുത്തിയിരിക്കുന്നതെന്ന് നീ കാണുന്നില്ലേ? ദുന്യാവിൽ തന്നെ അങ്ങനല്ലേ? ദുന്യാവിൽ തന്നെ ചിലർക്ക് ചിലരേക്കാൾ ശ്രേഷ്ഠതയില്ലേ? വ്യത്യാസങ്ങളില്ലേ? സൗകര്യങ്ങളിലില്ലേ? സുഖങ്ങളിലില്ലേ? അതേ അവസരത്തിൽ വലൽ ആഖിറത്തു, പരലോകം, അത് തന്നെയാണ് അക്ബറു ദറജാത്തിൻ, ഏറ്റവും വലിയ പദവികളുള്ള സ്ഥലം. വഅക്ബറു തഫ്ദീലാ, ഏറ്റവും വലിയ ശ്രേഷ്ഠപ്പെടുത്തലും അതുപോലെ തന്നെയുള്ള വ്യത്യാസങ്ങളുമൊക്കെ അവിടെ തന്നെയാണ് ഉണ്ടാവുക. അപ്പൊ ഇവിടെ ഉള്ളതിനേക്കാൾ വലിയ രൂപത്തിലുള്ള ആ വ്യത്യാസങ്ങള് ഓരോരുത്തരുടെയും പദവിക്കനുസരിച്ച്, ഓരോരുത്തരുടെയും അള്ളാഹുവിലേക്കുള്ള അവരുടെ സാമീപ്യമനുസരിച്ചുകൊണ്ട് ശ്രേഷ്ഠപ്പെടുത്തലും കമ്മി വരുത്തലും, ആർക്കൊക്കെ എത്രയൊക്കെ തോതിൽ, അളവിൽ സൗകര്യങ്ങൾ നൽകണം, ഏതൊക്കെ കൊടുക്കണം, എത്ര കൊടുക്കണം എന്നതൊക്കെ കൃത്യമായി അള്ളാഹുവിന്റെ അടുക്കൽ തീരുമാനമുണ്ട്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറയണം, ഫബയ്യനല്ലാഹു സുബ്ഹാനഹു അന്ന അഹ്ലൽ ആഖിറ, അള്ളാഹു ഇവിടെ വിശദീകരിക്കുകയാണ്, വ്യക്തമാക്കിയിരിക്കുകയാണ്. ആഖിറത്തിലെത്തുമ്പോൾ അവിടെ എത്തുന്ന ആളുകൾ യതഫാദലൂന ഫീഹാ അക്സറ മിമ്മാ യതഫാദലുൻ നാസു ഫിദ്ദുനിയാ, ദുനിയാവിൽ കാണുന്ന ഏറ്റവ്യത്യാസത്തെക്കാണ് ഏറ്റവ്യത്യാസം അവിടെ കാണും. വഅന്ന ദറജാത്തിൽ ആഖിറ അക്ബർ മിൻ ദറജാത്തി ദുനിയാ, ഈഹ ലോകത്തുള്ള ദറജകളെക്കാൾ വലിയ രൂപത്തിലുള്ള ദറജകൾ അവിടെ കാണും. അതിൽ ഏറ്റവും ഉന്നതമായ പദവിയിലെത്തുന്നത് വതഫാദലു അംബിയാഇഹിം അലൈഹിസ്സലാം കതഫാദലി സായിരി ഇബാദിഹിൽ മുഅ്മിനീൻ, അമ്പിയാക്കന്മാർ അത്യുന്നതമായ പദവി, അതിന്റെയും ഉന്നതമായ പദവിയിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താഴെ, അതിനുശേഷം അടുത്തയാളുകൾ, ഇങ്ങനെയുള്ള പദവി.
ഹദീസുകൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാം, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹ് മിനൽ മുഅ്മിനിൽ ദഈഫ് വഫീ കുല്ലിൻ ഖൈറുൻ. നല്ല ഈമാൻ അടിയുറച്ച, നല്ല പവറുള്ള, നല്ല കരുത്തുള്ള മുഅ്മിന് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമാണ് അവനോട്. അവൻ ഏറ്റവും ഖൈറായവനാണ്. ദുർബല വിശ്വാസിയായ, ഇങ്ങനെ വലിയ അത്ര ഇതില്ലാത്ത ലഈഫായ മുഅ്മിനേക്കാൾ വഫീ കുല്ലിൻ ഖൈറുൻ. എല്ലാവർക്കും അല്ലാഹു, ഈമാൻ ഉറപ്പുള്ളവർക്കൊക്കെ അല്ലാഹു പ്രതിഫലം കൊടുക്കും. പക്ഷെ ഉറപ്പിനും ദാർഢ്യതക്കും ഇഖ്ലാസിനുമൊക്കെ അനുസരിച്ചതിൽ വ്യത്യാസമുണ്ടാകും. വിശുദ്ധ ഖുർആൻ തന്നെ ചെലവഴിക്കാൻ പറഞ്ഞിടത്ത് പറഞ്ഞു, അള്ളാന്റെ മാർഗത്തിൽ നിങ്ങൾ നിങ്ങളുടെ സമ്പത്തും ദേഹവും ഒക്കെ ചെലവഴിക്കണം എന്ന് പറഞ്ഞിടത്ത് സൂറത്തുൽ ഹദീദിൽ 10-ാമത്തെ ആയത്തിലൂടെ റബ്ബ് പറഞ്ഞു, لا يستوي منكم من أنفق من قبل الفتح وقاتل أولئك أعظم درجة من الذين أنفقوا من بعد وقاتلوا وكلا وعد الله الحسنى. لا يستوي منكم, നിങ്ങളിൽ നിന്ന് സമമാവുകയില്ല, ഒരുപോലെയാകൂല. നിങ്ങളിൽ നിന്ന് ഒരുപോലെയാകൂല. ആര്? മൻ അൻഫഖ മിൻ ഖബിലിൽ ഫത്ഹി വഖാതല, ഇസ്ലാമിന് വിജയം ലഭിക്കുന്നതിന് മുമ്പ്, ആള് കുറഞ്ഞ കാലഘട്ടത്തിൽ, ശത്രുക്കളുടെ അക്രമം വർദ്ധിച്ച കാലഘട്ടത്തിൽ, സാമ്പത്തിക ശേഷി കുറഞ്ഞ കാലഘട്ടത്തിൽ, അങ്ങനെ ഇസ്ലാമിന്റെ തുടക്കത്തിലേറെ സമ്പത്തും അതുപോലെ തന്നെ ആളുകളെയും ഒക്കെ ആവശ്യമുള്ള, ശത്രുക്കൾ വല്ലാതെ പീഡിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ, അങ്ങനെ ഇസ്ലാമിന് വിജയമൊന്നുമില്ലാതിരുന്ന ഒരു കാലത്ത് ചെലവഴിച്ചവനും, വഖാതല, അക്കാലത്ത് യുദ്ധത്തിൽ പങ്കെടുത്ത് പോരാടിയവനും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് സമമാവുകയില്ല. ഉലൈക അഅ്ളമു ദറജ, അക്കൂട്ടർക്ക് വലിയ പദവിയാണുള്ളത്. മിനല്ലദീന അൻഫഖൂ മിൻ ബഅദു വഖാതലൂ, ഇസ്ലാമിന്റെ വിജയവും ആളും മർത്തൊക്കെ ആയതിന്റെ ശേഷം ചെലവഴിക്കുകയും യുദ്ധത്തിന് ഇറങ്ങുകയൊക്കെ ചെയ്തവനേക്കാൾ മറ്റൊരുക്കാണ് പദവി കൂടുതൽ. വകുല്ലം വഅദല്ലാഹുൽ ഹുസ്ന, എല്ലാവർക്കും അല്ലാഹു പ്രതിഫലം നൽകും. പക്ഷേ ഏറ്റവും വ്യത്യാസം ഉണ്ടാകും. അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യുന്നത് എല്ലാം ഒരേപോലെയല്ലല്ലോ. ചില സന്ദർഭങ്ങളിൽ കൊടുക്കുന്നതിന് വലിയ കൂലി ഉണ്ടാവും. കാരണം അത്രയും ആവശ്യമുള്ള ഒരു നേരത്താണ് അത് കിട്ടിയത്. അതാണ് മക്ക ജയിച്ചടക്കുന്നതിന്റെ മുമ്പും അതിന് കാരണമായ ഹുദൈബിയ സന്ധിയുടെയൊക്കെ മുമ്പ് ഏറെ ശത്രുക്കളുടെ അക്രമങ്ങളും പീഡനങ്ങളും പ്രയാസങ്ങളും ഒക്കെ വർദ്ധിച്ച് ആളുകളൊക്കെ കമ്മിയുള്ള ഒരു കാലത്ത് ഉള്ള സമ്പത്ത് മുഴുവൻ ചെലവഴിച്ചവരും ശേഷം ഇസ്ലാമിന് സൗകര്യവും വിജയവും ഒക്കെ ആയതിന്റെ ശേഷം ചെലവഴിച്ചവരും ഒരിക്കലും സമാവൂല. എല്ലാവർക്കും സ്വർഗമുണ്ട്, പക്ഷേ എല്ലാവർക്കും പദവി ഒരുപോലെ ആവൂല. അള്ളാഹു അവർക്കൊക്കെ അവരുടേതായ മുമ്പ് വലിയ സേവനം ചെയ്തവർക്ക് വലിയ പ്രതിഫലം അള്ളാഹു സ്വർഗത്തിൽ കൊടുക്കും എന്നാണ് സൂറത്തുൽ ഹദീദിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. ഇനി സൂറത്തുൻ നിസാ നോക്കൂ, 95-96 ആയത്തുകൾ. لا يستوي القاعدون من المؤمنين غير أولي الضرر والمجاهدون في سبيل الله بأموالهم وأنفسهم فضل الله المجاهدين بأموالهم وأنفسهم على القاعدين درجة وكلا وعد الله الحسنى وفضل الله المجاهدين على القاعدين أجرا عظيما درجات منه ومغفرة ورحمة وكان الله غفورا رحيما. لا يستوي, സമമാവുകയില്ല. ആര്? അൽ ഖാഇദൂന മിനൽ മുഅ്മിനീന, സത്യവിശ്വാസികളിൽ നിന്ന് ഇരുന്നവർ, ഗൈറു ഉലിൽ ദറർ. അള്ളാന്റെ മാർഗത്തിൽ ജിഹാദിന് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞപ്പോ ഒരു ബുദ്ധിമുട്ടും വിഷമൊന്നും ഇല്ലാതെ, ബുദ്ധിമുട്ടും വിഷമം ഉണ്ടായിട്ടാണെങ്കിൽ അള്ളാഹു അത് അവരെ പരിഗണിക്കും. അതല്ലാത്ത നിലക്ക് എല്ലാവരോടും യുദ്ധത്തിനിറങ്ങാൻ പറഞ്ഞപ്പോ ഒരു ബുദ്ധിമുട്ടും വിഷമവും ഇല്ലാതെ ഇരുന്നവനും, വൽ മുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിഹിം വഅൻഫുസിഹിം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി സമ്പത്തും ദേഹവും ഒക്കെ കൊടുത്തുകൊണ്ട് സമരം ചെയ്തവരും സമമാകൂല. തങ്ങളുടെ സമ്പത്തും തങ്ങളുടെ ദേഹവും ചെലവഴിച്ചുകൊണ്ട് സമരരംഗത്ത് ഇറങ്ങിയവരെ അള്ളാഹു ശ്രേഷ്ഠപ്പെടുത്തിയിട്ടുണ്ട്. അലൽ ഖായിദീന, അതിന് പോകാത്തവരെക്കാൾ ദറജത്തൻ, പദവി. വകുല്ലം വഅദല്ലാഹുൽ ഹുസ്ന വഫദ്ദലല്ലാഹുൽ മുജാഹിദീന അലൽ ഖായിദീന അജ്റൻ അളീമാ. അമ്പിച്ച പ്രതിഫലത്തിലുള്ള വ്യത്യാസമുണ്ട്.
ദറജാതിൻ മിൻഹു, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ധാരാളം വലിയ പദവികൾ ഇവർക്കാ കിട്ടുക. വമഗ്ഫിറതൻ, പാപമോചനം, വറഹ്മതൻ, പ്രത്യേക കാരുണ്യം. വകാന അല്ലാഹു ഗഫൂറർ റഹീമ, അള്ളാഹു വളരെയേറെ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാകുന്നു. ഇനി സൂറത്തു തൗബ 19-ാമത്തെ ആയത്തിൽ അല്ലദീന ആമനൂ വഹാജറൂ വജാഹദൂ ഫീ സബീലില്ലാഹി ബിഅംവാലിഹിം വഅൻഫുസിഹിം അഅ്ളമു ദറജതൻ ഇൻദല്ലാഹ് വഉലൈക ഹുമുൽ ഫായിസൂൻ. സത്യവിശ്വാസം സ്വീകരിക്കുകയും അല്ലാഹുവിന്റെ മാർഗത്തിൽ ഹിജറ പോവുകയും അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടുകയും ദേഹവും ധനവുമൊക്കെ ചെലവഴിച്ചുകൊണ്ട് അവന്റെ മാർഗത്തിൽ സമരം ചെയ്യുകയും ഒക്കെ ചെയ്തവർ അഅ്ളമു ദറജതൻ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ അവർക്ക് അത്യുന്നതമായ പദവിയാണുള്ളത്. വഉലൈക ഹുമുൽ ഫായിസൂൻ, അവരാണ് വിജയം വരിച്ചവർ, അവരാണ് വിജയം വരിച്ചവർ. ഇവിടെ ജിഹാദ് എന്ന് പറയുമ്പോൾ നമ്മൾ വെറും ആയുധമെടുത്തുള്ള പോരാട്ടമാണെന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല. അത് ജിഹാദിന്റെ ഒരു ഇനമാണ്. ജിഹാദ് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒരാൾ തന്റെ അധ്വാനത്തെ മുഴുവൻ ചെലവഴിക്കലാണ് ജിഹാദ്. ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒരാളുടെ പരിശ്രമത്തിന്, അതേത് വിധത്തിലുള്ള പരിശ്രമത്തിനും എന്തു പറയും? ജിഹാദ് എന്ന് പറയും. ആളുകൾ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുക, ജിഹാദ് എന്ന് പറഞ്ഞാൽ ആയുധമെടുത്തുള്ള സായുധ പോരാട്ടത്തിന് മാത്രമേ ജിഹാദ് എന്ന് പറയുള്ളൂ. അതുകൊണ്ട് അള്ളാന്റെ മാർഗത്തില് ശരീരം കൊണ്ടും ധനം കൊണ്ടുമൊക്കെ പോരാടുക എന്ന് പറയുമ്പോൾ നമുക്ക് ചാൻസ് ഇല്ല എന്ന് വിചാരിക്കേണ്ടായിരുന്നു. നമുക്കൊക്കെ ചാൻസ് ഉണ്ട്, ഇനിയും ചാൻസ് ഉണ്ട്, ഇപ്പോഴും ചാൻസ് ഉണ്ട്. അതായത് ജിഹാദ് വെറും സായുധ പോരാട്ടം മാത്രമല്ല. ജിഹാദ് ഏതൊക്കെ ഇനത്തിൽ പറഞ്ഞു? വിശുദ്ധ ഖുർആൻ കൊണ്ട് നീ അവരോട് ജിഹാദ് നടത്തുക എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, ഖുർആൻ കൊണ്ട് വലിയ ജിഹാദ് നടത്ത്. എന്താ ഖുർആൻ എന്ന് പറയുന്നത്? വല്ല ബോംബോ ആയുധമോ മറ്റേതെങ്കിലും സംവിധാനങ്ങളുള്ള അധുനാധുന വലിയ ഉപകരണമോ മറ്റുമാണോ? വല്ല നശീകരണ ഉപകരണമാണോ ഖുർആൻ? ഒരിക്കലുമല്ല. പിന്നെങ്ങനെ അതുകൊണ്ടുള്ള ജിഹാദ്? ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നവരോട്, ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചവരോട് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് പ്രമാണബദ്ധമായ നിലക്ക് അവരെ നേരിടുക, അവരുടെ വാദങ്ങളുടെ മുനയൊടിക്കുക, അവരുടെ ദുഷ്പ്രചരണങ്ങൾ അവസാനിപ്പിക്കാൻ പ്രമാണങ്ങൾ ഓതിക്കൊണ്ട് കൃത്യമായി സമൂഹത്തെ ബോധവൽക്കരിക്കുക. ഖുർആൻ കൊണ്ടുള്ള ജിഹാദാണ്. ഒന്നുമില്ലേ? ജിഹാദ് അവിടെ അല്ലാഹു പ്രയോഗിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് നമ്മളോട്, അവസാന കാലഘട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ എന്റെ പിൻതലമുറയിൽ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവചനം അത് പുലർന്നു കഴിഞ്ഞതാണ്. അവരെന്തു ചെയ്യും? എന്റെ ചര്യകളല്ലാത്ത ചര്യകൾ ദീൻ എന്ന പേരിൽ അവർ നടപ്പിൽ വരുത്തും. ഞാൻ അവരോട് കൽപ്പിക്കാത്തത് അവർ പ്രവർത്തിക്കും. കൽപ്പിച്ചത് ചെയ്യൂല, പറഞ്ഞത് ചെയ്യൂല, പറയാത്തത് ചെയ്യും. എന്റെ ചര്യകളല്ലാത്ത ചര്യകളുമായി കൊണ്ട് അവർ രംഗത്ത് വരും. ആ കാലഘട്ടത്തിൽ ഫമൻ ജാഹദഹും ബിയദി ഫഹുവ മുഅ്മിനുൻ, ആര് അവരോട് കൈകൊണ്ട് ജിഹാദ് നടത്തുന്നുവോ അവൻ സത്യവിശ്വാസിയാണ്. വമൻ ജാഹദഹും ബിലിസാനിഹി ഫഹുവ മുഅ്മിൻ, ആരവനോട് നാവുകൊണ്ട് ജിഹാദ് നടത്തുന്നുവോ അവനും സത്യവിശ്വാസിയാണ്. വമൻ ജാഹദഹും ബിഖൽബിഹി, ആര് അത്തരക്കാരോട് അവന്റെ ഹൃദയം കൊണ്ട് ജിഹാദ് നടത്തുന്നുവോ അവനും സത്യവിശ്വാസിയാണ്. അതിന്റെ പിറകെ അതും ചെയ്യാൻ തയ്യാറില്ലാത്തവന്റെ കൽബിൽ ഒരണുത്തൂക്കം പോലും ഈമാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അവിടെയൊക്കെ 3 ജിഹാദ് പറഞ്ഞു. അവിടെ കൈകൊണ്ടുള്ള ജിഹാദ്, അത് തടയുകൊണ്ട് നേരിടേണ്ടടുത്ത് കൈകൊണ്ട് നേരിടുക, അതിന് കഴിയുന്നിടത്ത്. ഒരു തിന്മ കണ്ടാൽ കൈകൊണ്ട് അതിനെ തടയാൻ കഴിയുന്ന അധികാരമുള്ളവരുണ്ടാകും, അധികാരികളുണ്ടാകും, ഖാദിമാരുണ്ടാകും, ഭരണാധികാരികളുണ്ടാകും, ഒരു കുടുംബത്തിലെ നാഥനുണ്ടാകും, ഒരു സ്ഥാപനത്തിന്റെ മേലധികാരി ഉണ്ടാകും. അങ്ങനെ കഴിയുന്നിടത്താണ്. അതൊരു ജിഹാദ് പറഞ്ഞു. രണ്ടാമത്തെ ജിഹാദ് പറഞ്ഞത് എന്താ? നാവ് കൊണ്ടുള്ള ജിഹാദ്. അതെങ്ങനെയാ? സംസാരിച്ചിട്ട്, പറഞ്ഞിട്ട് ജിഹാദ് നടത്തുക. തിന്മക്കെതിരെ പ്രചരണം നടത്തുക, തിന്മക്കെതിരെ ബോധവൽക്കരണം, തിന്മകൾക്കെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ ശക്തമായ നിലക്ക് നാവ് ചലിപ്പിക്കുക. കൈകൊണ്ടുള്ള ജിഹാദിൽ എഴുത്തും പണ്ഡിതന്മാര് വിശദീകരിച്ചിരിക്കുകയാണ്. പേന കൊണ്ട്, തൂലിക കൊണ്ട്, നാവ് കൊണ്ട്. അതിനൊന്നും കഴിയൂലെങ്കിൽ അടുത്ത ജിഹാദ് പറഞ്ഞത് അവസാനപടി ജിഹാദ്. അമൻ ജാഹദഹും ബിഖൽബിഹി, ഖൽബ് കൊണ്ടുള്ള ജിഹാദ്.
ഖൽബ് കൊണ്ടുള്ള ജിഹാദ്. അതെന്താ? ഒരു തിന്മയോട് നമുക്ക് കൈകൊണ്ട് തടയാൻ നമുക്ക് കഴിയില്ല, പറയാനും അവിടെ കഴിയില്ല, പറഞ്ഞാലും ഒരു കാര്യമില്ല. പിന്നെ അവിടെ പറ്റുന്ന എന്തുള്ളൂ, അതിൽ പങ്കെടുക്കാതെ അതിനാണ് മാറിപ്പോവുക, അതിനോടാണ് വെറുത്തിട്ട്, ഹൃദയം കൊണ്ട് അതിൽ നിന്ന് വെറുത്തിട്ട് അവിടെ നിന്ന് അതിൽ കൂടാതെ മാറിപ്പോവുക. അതൊരു ജിഹാദാണ്. ഇതൊക്കെ ഈമാനികമായ ഒരു സത്യവിശ്വാസിയുടെ ജിഹാദിൽപ്പെട്ടതാണ്. ഞാൻ പറയുന്നത്, അള്ളാന്റെ മാർഗത്തിൽ പണം ചെലവഴിക്കൽ ജിഹാദ്, നാവ് ചെലവഴിക്കൽ ജിഹാദ്, കൈധരിപ്പിക്കൽ ജിഹാദ്, ഒരു സ്ഥലത്ത് പോയി കൊടുക്കൽ ജിഹാദ്, അതുപോലെ തന്നെ പ്രവർത്തന രംഗത്തേക്ക് ഇസ്ലാമിന്റെ പ്രചരണത്തിന് വേണ്ടി എന്തും ചെയ്യൽ ജിഹാദാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഒരു CD വിതരണം, ഒരു പോസ്റ്റർ ഒട്ടിക്കൽ, ഒരു നോട്ടീസ് ഒട്ടിക്കൽ, അതിനുവേണ്ടി ഒരു സഹായം ചെയ്യൽ, ഒരു സംവിധാനം, ഏതൊക്കെ മാർഗത്തിൽ പലർക്കും പല കഴിവുകളാണ് ഉണ്ടാവുക, എല്ലാവർക്കും ഒരേ കഴിവല്ല. ആ കഴിവുകളെല്ലാം കൂടി ഒരാളുടെ ജുഹദ്, ഒരാളുടെ പരിശ്രമം അള്ളാഹുവിന്റെ കലിമത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ആര് ചെലവഴിക്കുന്നുവോ അതൊക്കെയും ജിഹാദിന്റെ വിശാലമായ അർത്ഥപരിധിയിൽ ഉൾക്കൊള്ളുന്നു. ഇതൊക്കെ നമുക്കും ചെയ്യാലോ. അതാ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഞാൻ ഒന്നും നിൽക്കില്ല, എനിക്ക് അതിനൊന്നും പറ്റൂല എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കണവനും ഇതിലൊക്കെ പങ്കെടുത്ത് കൂലി വാങ്ങുന്നവനും പരലോകത്ത് ഒരുപോലെയാവൂല. ഉലൈക അഅ്ളമു ദറജത്തൻ ഇൻദല്ലാഹ്. അല്ലാഹുവിന്റെ അടുക്കൽ അവർക്കൊക്കെ വലിയ പദവി ഉണ്ടാവും. ആ പദവികൾ വ്യത്യസ്തങ്ങളായ പദവികൾ, അത് ഓരോരുത്തരുടെ ഇഖ്ലാസിനും അവന്റെ നിയ്യത്തും അതൊക്കെ അല്ലാഹ് കാണും. ഇതൊക്കെ ചെയ്യുന്നവനും നിയ്യത്തില്ലെങ്കിലോ ശരിയല്ലെങ്കിലോ നരകത്ത് പോകുമെന്ന് പറഞ്ഞില്ലേ? നരകത്തിലേക്ക് ആദ്യം അവനെ പ്രവേശിപ്പിക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇഖ്ലാസോടുകൂടി അല്ലാഹുവിന്റെ ദീനിന്റെ ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ, അള്ളാഹുവിന്റെ കലിമത്ത് ലോകത്ത് ഉയർന്നു നിൽക്കണം എന്ന സദുദ്ദേശത്തോടുകൂടി ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഏതെല്ലാം വിധത്തിൽ ഒരാൾക്ക് തന്റെ അധ്വാനവും സമയവും ചെലവഴിക്കുവാൻ കഴിയുമോ ആ പരിശ്രമങ്ങളൊക്കെ അവൻ പരിശ്രമിക്കലും അധ്വാനിക്കലും ചെലവഴിക്കലും ജിഹാദിൽ പെടുന്നു. അതുകൊണ്ട് ആ അർത്ഥത്തിൽ നമ്മളൊക്കെ രംഗത്ത് വരണം, നമ്മളൊക്കെ രംഗത്ത് വരണം. ദേഹം വേണ്ടിടത്ത് ദേഹം തന്നെ വേണം, കാശിറക്കേണ്ടിടത്ത് കാശ് തന്നെ വേണം. ഓരോ മേഖലയിലും ആവശ്യമായ നിലക്കുള്ള ജുഹുദുകൾ, അധ്വാനങ്ങൾ അനിവാര്യമാണ്. അവർക്കാണ് സ്വർഗം, അവർക്കാണ് അത്യുന്നതമായ പദവികൾ. അതാണ് അല്ലാഹു പറഞ്ഞത്, ദറജാത്തിൻ മിൻഹു വമഗ്ഫിറത്തൻ വറഹ്മത്തൻ. അത്യുന്നതമായ പദവികളും മഗ്ഫിറത്തും റഹ്മത്തും ഒക്കെ അല്ലാഹു കൊടുക്കുന്നു. ഇനി നോക്കൂ, അല്ലാഹു തആല സൂറത്തു സുമറിലെ 9-ാമത്തെ ആയത്ത്, അമ്മൻ ഹുവ ഖാനിതുൻ ആനാഅൽ ലൈലി സാജിദൻ വഖായിമാ യഹ്ദറുൽ ആഖിറത വയർജൂ റഹ്മത റബ്ബിഹി ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അമ്മൻ ഹുവ ഖാനിതുൻ, അല്ലാഹു ചോദിക്കുകയാണ്, ഒരുവൻ അവൻ എന്ത് ചെയ്യുന്നു? ഖാനിതുൻ, അവൻ വളരെ ഭക്തിയോടെ, ആനാ അല്ലൈലി, രാത്രിയുടെ യാമങ്ങളിൽ, സാജിദൻ വഖായിമൻ, സുജൂദിലും നൃത്തത്തിലുമൊക്കെയായിക്കൊണ്ട് അവൻ രാത്രി നിസ്കരിക്കുന്നു. അങ്ങനെയുള്ള ഒരുവൻ യഹ്ദറുൽ ആഖിറത, അവൻ ആഖിറത്തിനെ ഭയപ്പെടുന്നു. വയർജൂ റഹ്മത റബ്ബിഹി, തന്റെ റബ്ബിന്റെ കാരുണ്യത്തെ അവൻ ആശിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗം ചോദിക്കുന്നു, നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുവനും അല്ലാത്തവനും സമമാകുമോ? ഖുൽ, എന്നിട്ട് നബിയെ ചോദിക്കൂ, ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? എന്താ പറഞ്ഞതിനർത്ഥം? ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞോനും അറിയാത്തവനും സമാകാൻ പാടില്ല. അറിഞ്ഞോനത് ചെയ്യണമെന്ന്. അറിഞ്ഞവനും അറിയാത്തവനും ഒരുപോലെയാണെങ്കിൽ പിന്നെ എന്തിനാ അറിഞ്ഞത്? അറിഞ്ഞതുകൊണ്ട് വല്ല ഉപകാരം ഉണ്ടായോ? അവന് കുറച്ച് സർട്ടിഫിക്കറ്റ് കിട്ടി, അല്ലെങ്കിൽ അവൻ അറിയപ്പെട്ടോ എന്നല്ലാതെ വല്ല കാര്യം ഉണ്ടായോ? അറിഞ്ഞതനുസരിച്ച് അമല് വേണം. ഖുത്ബയിൽ പറഞ്ഞില്ലേ, വായിച്ചും പഠിച്ചും കേട്ടും അറിഞ്ഞ അറിവനുസരിച്ച് അമല് ചെയ്യണം, അപ്പോഴേ അറിവ് ഉപകാരപ്രദമാകുള്ളൂ. അല്ലാഹു ചോദിക്കുന്നു, അറിഞ്ഞവനും അറിയാത്തവനും, വിവരമുള്ളവനും വിവരമില്ലാത്തവനും സമമാകുമോ? നമുക്ക് മറുപടി പറയേണ്ടാവും, സമാണെന്ന് പറയേണ്ടി വരും. എന്താ? പഠിച്ചവനും പഠിക്കാത്തവനും ഒരേപോലെ തെമ്മാടിത്തം ചെയ്യുന്നു, പഠിച്ചവനും പഠിക്കാത്തവനും ഒരുപോലെ തന്നെ വിശ്വാസരംഗത്ത് ചൂഷണം ചെയ്യുന്നു, പഠിച്ചവനും പഠിക്കാത്തവനും ഒരുപോലെ തന്നെ തിന്മകളിലേക്ക് മുന്നോട്ട് പോകുന്നു. പിന്നെന്താ കാര്യം? പഠിച്ചവൻ അതിനനുസരിച്ച് വേണ്ടേ? പഠിക്കാത്തവനെ പോലെ അവനായാ പറ്റുമോ? രണ്ടും സമമാകുമോ? അള്ളാഹുവിന്റെ ചോദ്യം. സമാവൂല.
അതുകൊണ്ട് വിവരമുണ്ടെങ്കിൽ വിവരമനുസരിച്ച് പ്രവർത്തിക്കണം. അത് പറയുന്നതിന്റെ മുമ്പ് അല്ലാഹ് പറഞ്ഞത് രാത്രിയിലെ നിസ്കാരമാണ്. രാത്രിയിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, അവന്റെ കാരുണ്യത്തെ മോഹിച്ചുകൊണ്ട്, അവന്റെ നരകാഗ്നിയെ ഭയപ്പെട്ടുകൊണ്ട്, സുജൂദിലും നൃത്തത്തിലുമൊക്കെ ആയിക്കൊണ്ട് രാത്രികളിൽ കഴിച്ചുകൂട്ടുന്ന, രാത്രിയുടെ അവസാന യാമങ്ങളിൽ നിസ്കാരം നിർവഹിക്കുന്നവൻ ഒരുപോലെയാവോ അവനല്ലാത്തവനേക്കാൾ? അതിന് വലിയ പുണ്യമുണ്ട്, അതിന് വലിയ പുണ്യം ഉണ്ട്. അത് അല്പമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മളും ശീലിക്കണം. ഫജറിന്റെ ഒരല്പം മുമ്പെങ്കിലും എഴുന്നേറ്റ്, അല്ലെങ്കിൽ രാത്രിയിൽ നിന്ന് അല്പഭാഗമെങ്കിലും നിസ്കരിച്ച് അതിന്റെ എണ്ണങ്ങനെ പിന്നീട് കൂട്ടിക്കൂട്ടി വന്ന് ആ ഒരു മേഖലയിലേക്ക് കടന്നു കയറാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാകട്ടെ. അത്യുന്നതമായ പദവി വ്യത്യാസത്തിന്റെ കാര്യം പറഞ്ഞെടുത്ത് അത് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു എന്നർത്ഥം. ഇനി സഹോദരന്മാരെ, അല്ലാഹു തആല ഇനിയും പറയാണ് സൂറത്തുൽ മുജാദല 11-ാമത്തെ ആയത്തിൽ പദവി വ്യത്യാസം മനസ്സിലാക്കാനാ പറയുന്നത്. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത് വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. യർഫഇല്ലാഹു, അല്ലാഹു പദവി ഉയർത്തുന്നു. അല്ലാഹു ഉയർത്തുന്നു ആരെ? അല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ നിന്ന് നല്ല അടിയുറച്ച മുഅ്മിനീങ്ങളുടെ പദവി. വല്ലദീന, മുഅ്മിനീങ്ങൾ പറഞ്ഞ ഉടനെ ചേർത്ത് പറയണം, വല്ലദീന ഊതുൽ ഇൽമ, അറിവ് നൽകപ്പെട്ടവരെയും. നിങ്ങളിൽ നിന്ന് സത്യവിശ്വാസികളെയും അറിവ് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട, അറിവ് നൽകപ്പെട്ടവരെയും. അൽ ഇൽമ എന്ന് പറഞ്ഞാൽ ഇവിടെ അൽ ഇൽമു ശർഈ, മതത്തെക്കുറിച്ച്, തന്റെ പരലോകത്തെക്കുറിച്ചുള്ള കൃത്യമായ അറിവ് നൽകപ്പെട്ടവരിൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു അവരെ ഉയർത്തിയിരിക്കുന്നു. ദറജാത്ത്, ദറജാത്ത്, ധാരാളക്കണക്കിന് പദവികൾ, വലിയ പദവിയുണ്ട് അവർക്ക്. അല്ലാഹു ബിമാ തഅമലൂന ഖബീർ, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ്. അപ്പൊ നമുക്ക് അള്ളാഹുവിലേക്കുള്ള ദറജ ഇങ്ങനെ കൂടാൻ എന്താ വേണ്ടത്? ഈമാൻ ശരിയാവുക, പഠിക്കുക. ഈമാൻ ശരിയാക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക. ഇന്നറിയാത്ത ഒന്ന് നാളെ പഠിക്കുക, നാളെ പഠിച്ച് മറ്റൊന്ന് മറ്റന്നാൾ പഠിക്കുക. ഇങ്ങനെ ഓരോ ദിവസവും പഠനം ഇങ്ങനെ കൂടി 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 വരുമ്പോ അള്ളാഹുവിലേക്കുള്ള ദറജ ഇങ്ങനെ ഉയരും. ആ പഠിച്ചതനുസരിച്ച് ഇങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യുക, വലിയ ദറജയാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ദറജാത്തിൻ, വലിയ വലിയ ധാരാളക്കണക്കിനുള്ള ദറജകൾ. ഇതൊക്കെ ഇപ്പൊ വിശുദ്ധ ഖുർആനിൽ നിന്നാണ് നമ്മൾ കേട്ടത്. ഇനി ഹദീസുകളുടെ ലോകത്തേക്ക് അങ്ങ് കടന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, സഹീഹുൽ ബുഖാരിയിൽ കാണാം, ഇന്ന ഫിൽ ജന്നതി മിഅത ദറജ അഅദ്ദഹ അല്ലാഹു ലിൽ മുജാഹിദീന ഫീ സബീലില്ലാഹ് മാ ബൈന الدرجتين كما بين السماء والأرض فإذا سألتم الله فاسألوه الفردوس فإنه أوسط الجنة وأعلى الجنة. നിശ്ചയമായും സ്വർഗത്തിൽ 100 ദറജകളുണ്ട്. 100 എന്ന് ക്ലിപ്തപ്പെടുത്തിക്കല്ല, ഇത് പറഞ്ഞെടുത്തൊരു 100 പറഞ്ഞു. 100ഓളം, 100ലേറെ, 100 കണക്കിന് ദറജകൾ എന്ന് പറയാം. അള്ളാന്റെ മാർഗത്തിൽ പോരാടിയ മുജാഹിദുകൾക്ക് വേണ്ടി മാത്രം ഒരുക്കി വെച്ചിട്ടുള്ള 100 ദറജ ഉണ്ട്. അവർക്ക് മാത്രം തന്നെ 100 ദറജ. മുജാഹിദുകളായ ആളുകൾക്ക് വേണ്ടി തന്നെ ഒരേ ദറജയല്ല, അതിൽ തന്നെ വ്യത്യസ്ത ആളുകൾ ഉണ്ടാവില്ലേ, അവർക്ക് തന്നെയും 100 തട്ടുകൾ. അതിന്റെ തന്നെ വ്യത്യാസം കേട്ടോ, അതിന്റെ തന്നെ ദൂര വ്യത്യാസം കണ്ടോ. മാ ബൈന ദറജതൈൻ, അതിലെ ഒരു പദവിയുടെ നിന്ന് മറ്റേ പദവിക്കാരുടെ അടുത്തേക്ക് എത്താനുള്ള ദൂരം കമാ ബൈന സ്സമാഇ വൽ അർദ്, ആകാശഭൂമികൾക്കിടയിലെ ദൂരം പോലെയാണ്. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയത്, എത്ര ഇതിന്റെ ഉയരം വരിക, എവിടേക്കത് പോവുക, എത്രയായിരിക്കും അത്? നമ്മുടെ എല്ലാ കണക്കുകൂട്ടലുകൾക്കും അതീതം. അത്ര വലിയ പദവി വ്യത്യാസം ഉണ്ട്. ഭൂമിയിൽ നിൽക്കുന്ന ഒരാളും ആകാശത്തേക്കാണ് നോക്കിയാല് എത്ര, അതാണ് ഒരു തട്ടുന്ന അടുത്ത പദവി വ്യത്യാസം. അങ്ങനത്തെ 100 പദവികൾ ആർക്ക്? അള്ളാന്റെ മാർഗത്തിൽ പോരാടിയവർക്കായി മാത്രം. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഫൈദാ സഅൽതുമുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ഫസ്അലൂൽ ഫിർദൗസ്, നിങ്ങൾ ഫിർദൗസ് ചോദിക്കണേ. അള്ളാഹിനോട് സ്വർഗം ചോദിക്കുമ്പോൾ ഫിർദൗസ് ചോദിച്ചോളാനാ പറഞ്ഞു. ഫഇന്നഹു അവസത്തുൽ ജന്ന, സ്വർഗത്തിന്റെ മധ്യമാണത്. വഅലൽ ജന്ന, സ്വർഗത്തിന്റെ ഉന്നതമായ പദവിയാണത്. അപ്പൊ ചോദിക്കുമ്പോ വലുത് ചോദിക്കാനാ പറയുന്നത്. എന്തിനാ വലുത് ചോദിച്ചാൽ ചെറുതേലും കിട്ടും,
ചോദിക്കുമ്പോൾ വലുത് ചോദിക്കാൻ, പ്രതീക്ഷയോടെ ആഗ്രഹത്തോടെ അത്യുന്നതമായ പദവി ചോദിക്കാൻ. അനസ് റളിയല്ലാഹു തആല അൻഹു ഒരു സംഭവം പറയുന്നുണ്ട്. ഹാരിസ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ബദറിൽ ഷഹീദായ ബദരിയാണ്, ബദരീങ്ങളിൽപ്പെട്ടവനാണ്. ആ ഹാരിസ റളിയല്ലാഹു തആല അൻഹു ബദറിൽ ഷഹീദായപ്പോൾ ഉമ്മ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിൽ. ഉമ്മ ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് വന്നിട്ട് റസൂലുള്ളാഹിനോട് സങ്കടപ്പെട്ടുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഖദ് അലിംത മൗഖിയ ഹാരിസ മിൻ ഖൽബി, എന്റെ ഹൃദയത്തിൽ ഹാരിസിനുള്ള സ്ഥാനം നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഫൈൻ കാന ഫിൽ ജന്ന ലം അബ്കി അലൈഹി, അവൻ സ്വർഗ്ഗത്തിലാണെങ്കിൽ ഞാൻ അവന് വേണ്ടി ഒരിക്കലും കണ്ണീര് ഒഴിക്കൂല, ഞാൻ കരയൂല. എന്റെ മോന് സ്വർഗ്ഗാണോ? ഞാൻ കരയൂല. അതല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരും, മാസനഴും, എനിക്ക് സഹിക്കാൻ കഴിയൂല നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയോട് പറഞ്ഞു, എന്താ നിങ്ങൾ സ്വർഗത്തെ കുറിച്ച് വിചാരിച്ചത്? അജന്ന വാഹിദ ഹിയ, സ്വർഗം എന്ന് പറഞ്ഞ ഒരു സ്വർഗമൊന്നുമല്ല. ഇന്നഹാ ജിനാൻ കസീറ, സ്വർഗത്തിൽ വലിയ വലിയ സ്വർഗങ്ങളും വലിയ വലിയ പദവികളും വലിയ വലിയ തോട്ടങ്ങളും വ്യത്യസ്തങ്ങളായ സൗകര്യങ്ങളും ഒക്കെയാണ്. അതിൽ നിങ്ങളുടെ മോൻ വൈന്നഹു ഫിൽ ഫിർദൗസിൽ അഅ്ലാ, റവാഹുൽ ബുഖാരി റഹിമഹുല്ലാഹ്. അത്യുന്നത പദവിയായ ഫിർദൗസിലുള്ളത് പോരെ നിങ്ങൾക്ക്? അല്ലാഹുവിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാരിസ റളിയല്ലാഹു അൻഹു ഫിർദൗസിലാണെന്ന് അവിടെ വെച്ച് സുവിശേഷം പറഞ്ഞു കൊടുക്കുക. അപ്പൊ അത്യുന്നതമായ പദവി, ഉന്നതങ്ങളായ പദവികൾ. ഇനിയും നോക്കൂ നിങ്ങൾ, ഹദീസുകളിൽ കാണാം, ഇന്നാഹിലൽ ജന്നതി യതറാഊന അഹ്ലൽ ഗുറഫി മിൻ ഫൗഖിഹിം كما يتراءون الكوكب الدري الغابر في الأفق من المشرق والمغرب لتفاضل ما بينهم قالوا يا رسول الله تلك منازل الأنبياء لا يبلغها غيرهم قال بلى والذي نفسي بيده رجال آمنوا بالله وصدقوا المرسلين. സഹീഹുൽ ബുഖാരിയിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞതിന്റെ ചുരുക്കം? സ്വർഗക്കാര് അവരുടേക്കാൾ മേലെയുള്ള ഉന്നതങ്ങളായ വലിയ വലിയ റൂമുകളും സംവിധാനങ്ങളും സൗകര്യങ്ങളും കൊട്ടാരങ്ങളും ഒക്കെ നൽകപ്പെട്ടവരെ കാണുമ്പോ വ്യത്യാസം ഏതുപോലെ ആയിരിക്കുന്ന പറഞ്ഞത്. നിങ്ങൾ കിഴക്കുന്നോ പടിഞ്ഞാറുന്നോ നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഭൂമിയുടെ ഒരു കോണിൽ നിന്ന് ആകാശത്തിലേക്ക് നോക്കിയാൽ കാണുന്ന ചെറിയ കൗക്കബുകളില്ലേ, നക്ഷത്രങ്ങൾ, എത്ര ദൂരെയാണ് നിൽക്കുന്നത്? അതുപോലെ ആ പദവി വ്യത്യാസം. ഇവിടെ തന്നെ നോക്കി, എത്ര കോടിക്കണക്കിന് പ്രകാശവർഷം ദൂരെയാണ് ഓരോ നക്ഷത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഒരു പൊട്ട് മാത്രമായിട്ട് നമ്മളിങ്ങനെ കണ്ടിലാച്ചിട്ട് തിളങ്ങുന്ന നക്ഷത്രങ്ങൾ. അത്ര വ്യത്യാസങ്ങളാണ് സ്വർഗത്തിൽ, സ്വർഗീയമായ സൗകര്യങ്ങളിൽ നാ പറയുന്നത്. അത് പറഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചു, തിൽക മനാസിലുൽ അംബിയ, അതൊക്കെ അമ്പിയാക്കളുടെ പദവി ആയിരിക്കൂലേ പ്രവാചകരെ? അവർക്കല്ലാത്തവർക്കൊന്നും അത് കിട്ടൂലല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബല, വേറുള്ളവർക്കും കിട്ടും. വല്ലദീ നഫ്സി ബിയദിഹി റിജാലുൻ ആമനൂ ബില്ലാഹി വസദ്ദഖുൽ മുർസലീൻ, അമ്പിയാക്കന്മാരെ പ്രവാചകന്മാരെ സത്യപ്പെടുത്തുകയും സദ്ദഖുൽ മുർസലീൻ, മുർസലീങ്ങളെ ഒക്കെ സത്യപ്പെടുത്തുകയും അല്ലാഹുവിൽ അടിയറച്ച് വിശ്വസിക്കുകയും ചെയ്ത മുഅ്മിനീങ്ങളിലും ആ പദവി ലഭിക്കുന്നവരുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് സ്വർഗീയമായ പദവികളുടെ ഏറ്റ വ്യത്യാസം. ഖുർആൻ തന്നെ ഇനിയും നോക്കൂ, ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, റബ്ബിന്റെ സാന്നിധ്യത്തെ ഭയപ്പെട്ട് ജീവിച്ചവർക്ക് രണ്ട് തോട്ടുണ്ട്. പദവി വ്യത്യാസങ്ങൾക്കനുസരിച്ച് സുഖസൗകര്യങ്ങളിലും വ്യത്യാസം ഉണ്ടാവും. രണ്ട് തോട്ടുണ്ട് അള്ളാന്റെ സാന്നിധ്യം ഭയപ്പെട്ടവർക്ക്. അതായത് ഒരു തെറ്റ് ചെയ്യുമ്പോ തെറ്റ് ചെയ്യാൻ തോന്നിയപ്പോ തെറ്റ് ചെയ്തില്ല, എന്തേ? അള്ളാഹ് കാണുന്നുണ്ട്, വേറെ ആരും കാണുന്നുണ്ട് വെച്ചിട്ടല്ല. പാപ്പ കാണുന്നുണ്ട്, ഉമ്മ കാണുന്നുണ്ട്, അയൽവാസി കാണുന്നുണ്ട്, തന്റെ മുറിയിൽ താമസിക്കുന്ന മറ്റേ സഹോദരൻ കാണുന്നുണ്ട്. അതൊന്നും ചിന്തിച്ചിട്ടല്ല, അള്ളാഹ് അറിയുന്നുണ്ടല്ലോ. അതാണ് റബ്ബിന്റെ സാന്നിധ്യം ഭയപ്പെട്ടവൻ എന്ന് പറഞ്ഞു. അങ്ങനെയുള്ളവർക്ക് വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, അവന് രണ്ട് തോട്ടങ്ങളുണ്ട്. അതിന്റെ പുറമെ വമിൻ ദൂനിഹിമാ ജന്നതാൻ, അതിനെ കൂടാതെ അവന് രണ്ട് സ്വർഗങ്ങൾ വേറെയുമുണ്ട്. ഒരേ പദവിയിലല്ല അതൊന്നും, ഒന്നൊന്നിന് താഴെയാണ്. രണ്ട് സ്വർഗം അത് വേറെ, അത്ര തന്നെ ഇതില്ലാത്ത വേറെ രണ്ടെണ്ണം ഓരോരുത്തർക്കും ഉണ്ട് എന്നാ പറയും. കൊടുത്തിട്ട് തീരൂല. അവിടെ അള്ളാന്റെ ഖജനാവ് വിശാലമാണ്. ജന്നത്താനി മിൻ ഫിദ്ദത്തിൻ ആനിയതുഹുമാ വമാ ഫീഹിമാ, വെള്ളി കൊണ്ടുള്ള രണ്ട് സ്വർഗങ്ങള്, അതിലുള്ള പാത്രങ്ങളും മുഴുവനും വെള്ളി. ജന്നത്താനി മിൻ ദഹബിൻ ആനിയതുഹുമാ വമാ ഫീഹിമാ, സ്വർണത്താലുള്ള രണ്ട് തോട്ടങ്ങൾ,
അതിലുള്ള പാത്രങ്ങളും സ്വർണങ്ങളാണ്. അപ്പൊ ജന്നത്താനി മിൻ ഫില്ലത്തിൻ ജന്നത്താനി മിൻ ഫില്ലത്തിൻ ആനിയതുഹുമാ വമാ ഫീഹിമാ വജന്നത്താനി മിൻ ദഹബിൻ ആനിയതുഹുമാ വമാ ഫീഹിമാ. രണ്ട് തോട്ടങ്ങള്, ഒന്നില് പാത്രങ്ങളും അതിലുള്ള സൗകര്യങ്ങളും ഒക്കെ വെള്ളി കൊണ്ടാണ്, മറ്റൊന്ന് തോട്ടം അതിലുള്ള പാത്രങ്ങളും അതിലെ സൗകര്യങ്ങളും ഒക്കെ സ്വർണമാണ്. ഇതൊന്നും നമുക്ക് മനസ്സിലാക്കുന്ന സ്വർണവും നമ്മൾ ചിന്തിക്കുന്ന സ്വർണ്ണമൊന്നുമല്ല. നമുക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞാലല്ലേ ഉള്ളൂ. ആ അർത്ഥത്തിൽ സംസാരിച്ചു വെക്കും. ഇനിയും നോക്കൂ നിങ്ങൾ, അഅലാഹുൽ ജന്ന വ അദ്നാഹും മൻസില, സ്വർഗക്കാരിൽ അത്യുന്നതമായ പദവി കിട്ടുന്നവരും ഏറ്റവും താഴേക്കടയിലുള്ള പദവി കിട്ടുന്നവരും, അതും ഹദീസ് വിശദീകരിച്ചിട്ടുണ്ട്. മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി, സഅല മൂസ റബ്ബഹു, ഒരിക്കൽ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവോട് ചോദിച്ചു. മൂസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ റബ്ബിനോട് ചോദിച്ചു, മാ അദ്നാ അഹ്ലുൽ ജന്നത്തി മൻസിലതൻ, സ്വർഗത്തിലെ ഏറ്റവും താഴെയുള്ള പദവി കിട്ടുന്നവരാരാണ്? ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു തആല അറിയിച്ചു കൊടുത്തു, ഹുവ റജുലുൻ യജീഉ, അതാരാണ്? അയാള് ഒരാളാണ്, അയാൾ വരും. സ്വർഗക്കാരൊക്കെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞതിന്റെ ശേഷം അവസാനം വരുന്നയാളാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അദ്ദേഹത്തോട് പറയപ്പെടും, ഉദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ കയറിക്കോ എന്ന് പറയപ്പെടും. ഫയഖൂലു, അപ്പൊ അദ്ദേഹം ചോദിക്കുക, റബ്ബി വകൈഫ്, ഇനിയിപ്പോ എന്താണ് ഇതിലുണ്ടാവുക? വഖദ് നസലൻ നാസു മനാസിലഹും വഅഖദു വഖദാതി, ആളുകളൊക്കെ അവർക്കുള്ള വീടുകളിലും അവർക്ക് കിട്ടേണ്ട സ്ഥാനങ്ങളിലൊക്കെ കയറി കഴിഞ്ഞു, സൗകര്യങ്ങളൊക്കെ അവർക്ക് കിട്ടിയില്ലേ, എല്ലാം കഴിഞ്ഞില്ലേ, ഇനി എന്ത് കിട്ടാനാണ്? എനിക്ക് വല്ലതുണ്ടോ? ഫയഖാലു ലഹു, അവനോട് പറയപ്പെടും, അത്തർലാ അൻ യകൂന ലക മിസ്ലു മുൽക്കി മലികിൻ മിൻ മുലൂകി ദുനിയാ, ദുന്യാവിലുള്ള ഏതെങ്കിലും രാജാക്കന്മാരിൽപ്പെട്ട ഒരു രാജാവിനുള്ള അത്ര സൗകര്യം നിനക്ക് അവിടെ തന്നാലോ? ഒരു രാജാവിന് ദുന്യാവിൽ കിട്ടുന്ന ഒരു സൗകര്യം മുഴുവൻ അവിടെ തന്നാലോ? റളീതു റബ്ബി, ഞാൻ തൃപ്തിപ്പെട്ടു റബ്ബേ. അപ്പൊ അല്ലാഹു തആല സന്തോഷത്തോടു കൂടി അയാളോട് പറയും, ലക ദാലിക വമിസ്ലഹു 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 വമിസ്ലഹു, അനക്ക് അത്ര തന്നെ ഉണ്ട്, അതിന്റെ 4 ഇരട്ടി ഉണ്ട് എന്ന് പറഞ്ഞു. 4 വട്ടം മിസ്ലഹു എന്ന് പറഞ്ഞു. 5ാമത്തെ തവണ ഇത് പറയുന്നതിന് മുമ്പ് ഇദ്ദേഹം പറഞ്ഞു, റളീതു റബ്ബി, മതി മതി റബ്ബേ, മതി മതി, ഞാൻ തൃപ്തിപ്പെട്ടു. അപ്പൊ അല്ലാഹു പറഞ്ഞു, വീണ്ടും പറയണം, ഇല്ല, ലക ഹാദാ വഅശറതു അംസാലിഹി വലക മസ്തഹതു നഫ്സുക് വലദ്ദത ഐനുക്, നിന്റെ കണ്ണുകൾക്ക് കുളിർമയുണ്ടാക്കുന്ന, നീ ആശിക്കുന്നത് മുഴുവനും നിനക്ക് ഇതാ, ഇതിന്റെ 10 ഇരട്ടി നിനക്ക് അവിടെ തരാൻ പോവാണ്. ഏറ്റവും താഴേക്കടിയിലുള്ള ആൾക്ക് കിട്ടുന്ന സൗകര്യങ്ങളാപ്പാ പറഞ്ഞത്. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അവസാനം ആ മനുഷ്യനും ചോദിക്കും, റബ്ബി, അപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ അവസാനം റബ്ബിനോട് ചോദിക്കുക, റബ്ബി ഫഅലാഹു മൻസില, സ്വർഗത്തിൽ ഉന്നതമായ പദവി കിട്ടുന്നവരപ്പോ ആരായിരിക്കും? അവരുടെ പദവി എങ്ങനെയാണ്? ഖാല, റബ്ബ് മറുപടി കൊടുത്തത് എന്താണ്? ഉലൈകല്ലദീന അറത്തു, അവരുടെ കാര്യത്തിൽ ഞാൻ പ്രത്യേകം പറയാൻ ഉദ്ദേശിച്ചത് തന്നെയാണ്. അവർക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന ആദരവുകളൊക്കെ എന്റെ കൈ കൊണ്ട് ഞാൻ നട്ടുവളർത്തിയിരിക്കുകയാണ്. അതിന്മേൽ ഞാൻ കൈകൊണ്ട് മുദ്ര വെച്ചിരിക്കുകയാണ്. ഫലം തറ ഐനുൻ വലം തസ്മഉ ഉദുനുൻ വലം യഖ്തുർ അലാ ഖൽബി ബശരിൻ, ഒരു കണ്ണും ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തത്, ഒരു കാതും ഇന്നേ വരെ കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യന്റെയും ചിന്തയിൽ ഇന്ന് വരെ വിഷയീഭവിപ്പിക്കാൻ പോലും അവന് സാധിക്കാത്തത് അത്യുന്നതമായ പദവി. അതാണല്ലോ പറഞ്ഞത്, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്യുൻ, അവർക്ക് അല്ലാഹു ഒരുക്കി വെച്ച് സ്വകാര്യമാക്കി ഗോപ്യമാക്കി അവർക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ള കൺകുളിർമ എത്രയാണെന്ന് ഒരാൾക്കും അറിയാൻ സാധ്യമല്ല. അതറിഞ്ഞിട്ടുമില്ല, അറിയാനും കഴിയൂല. ഈ ആയത്തുകൂടി അതിന്റെ ഉപോത്ഫലകമായി കൊണ്ട് ഓതുകയുണ്ടായി. സഹീഹ് മുസ്ലിമിൽ നമുക്കിത് കാണാൻ സാധിക്കും. ഇതിന്റെയൊക്കെ ടോപ്പിൽ അത്യുന്നതമായ ഒരു പദവിയുണ്ട്, നമ്മളൊക്കെ പഠിച്ചതാണ്, അൽ വസീല. അൽ വസീലത്ത് എന്നത് സ്വർഗത്തിലെ അത്യുന്നതമായ ഒരു പദവിയാണ്. അത് ലോകത്ത് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഒരൊറ്റ ആൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്ന് അല്ലാഹു പറഞ്ഞു. ഒരാൾക്ക് മാത്രം. അതാരായിരിക്കും? മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു, ഇദാ സമിഅ്തുമുൽ മുഅദ്ദിന ഫഖൂലു മിസ്ല മാ യഖൂൽ,
മുഅദ്ദിന് ബാങ്ക് വിളിക്കുമ്പോ അയാള് പറയുന്നത് പോലെയൊക്കെ നിങ്ങളും ഏറ്റുപറയണം. ബാങ്ക് അവസാനിച്ചു കഴിഞ്ഞാൽ സുമ്മ സ്വല്ലു അലയ്യ, പിന്നെ നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്തിനെ ചോദിക്കണം. ഫഇന്ന മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി അശ്റാ, ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു തവണ സ്വലാത്തിനെ ചോദിച്ചാൽ അല്ലാഹു അവന് 10 ഗുണം നൽകുന്നു. സ്വലാത്തിന്റെ പുണ്യാണ് പറയുന്നത്. നമ്മളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ബാങ്ക് കൊടുക്കുമ്പോ മറ്റുള്ള ചിന്തകളിൽ നിന്നൊക്കെ മാറി നിന്ന് ബാങ്ക് വിളിക്കുന്നു. അതേപോലെ തന്നെ പറഞ്ഞ് ശേഷം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ സ്വലാത്തിനെ ചോദിച്ചു അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പൂർണ്ണമായി ചൊല്ലുകയാണെങ്കിൽ നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്ന ആ സലാത്ത് പൂർണ്ണമായിട്ട് ചൊല്ലുക. അല്ലെങ്കിൽ ചുരുങ്ങിയതിലൊക്കെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്നെങ്കിലും ചൊല്ലുക. അതിന്റെ ശേഷം അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീല വൽ ഫളീല വബഅത്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅത്ത ആതി മുഹമ്മദനിൽ വസീല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹുവേ വസീലത്തിനെ നീ കൊടുക്കണേ എന്നാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. വസീലത്ത് നബി തങ്ങൾക്ക് കൊടുക്കണേ എന്ന് നമ്മൾ ദുആ ചെയ്യുന്നത്. അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് ആവശ്യപ്പെട്ടതാണ്. സുമ്മ സലുല്ലാഹ തആല ലിയൽ വസീല, പിന്നീട് നിങ്ങൾ എനിക്ക് വസീലത്ത് കിട്ടാൻ വേണ്ടി അല്ലാഹുവിനോട് ചോദിക്കണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് നൽകിയ വസിയത്താണ്. നിങ്ങൾ ബാങ്ക് കേൾക്കുമ്പോ അതുപോലെ പറഞ്ഞ് ശേഷം നിങ്ങൾ എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിയിട്ട് പിന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി വസീലത്ത് എന്ന പദവിയെ ചോദിക്കണേ. ഫഇന്ന മൻ സഅലല്ലാഹ ലിയൽ വസീല, അല്ലാഹുവിനോട് ആരെങ്കിലും എനിക്ക് വേണ്ടി വസീലത്ത് എന്ന പദവിയെ ചോദിച്ചാൽ ഹല്ലത്ത് ലഹു ശഫാഅ, അവന് നാളെ പരലോകത്ത് ശഫാഅത്ത് കരസ്ഥമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാപികൾക്ക് വേണ്ടി ശുപാർശ പറയുമ്പോൾ ആ ശുപാർശക്ക് നമ്മൾ അർഹരാകും, നമ്മൾ യോഗ്യരാകും. അതുകൊണ്ട് ബാങ്ക് കേൾക്കുമ്പോഴും അതിൻ്റെതായ മര്യാദകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കണം. ഇതറിഞ്ഞാൽ അതുപോലെ ചെയ്യണം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പഠിച്ചാൽ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കണം, അപ്പോഴേ അത് ഉപകാരപ്പെടും. അല്ലാത്ത അറിവ് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. സഹാബത്ത് ചോദിച്ചു വമൽ വസീല, എന്താണ് പ്രവാചകരെ ഈ വസീലത്ത്? അവിടുന്ന് പറഞ്ഞു അഅ്ലാ ദറജത്തിൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അത്യുന്നതമായ ഒരു പദവിയാണ്. ലാ യനാലുഹാ ഇല്ലാ റജുലുൻ വാഹിദുൻ, ഒരൊറ്റ ആൾക്കല്ലാതെ, ഒരൊറ്റ പുരുഷനല്ലാതെ അത് കിട്ടൂല. അർജു അൻ അകൂന അന ഹുവ, അത് ഞാനാവണം എന്ന് എനിക്ക് നല്ല മോഹമുണ്ട്. അത് ഞാനാവണം എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കുന്നു. അൽ വസീലത്തു ദറജത്തുൻ ഇൻദല്ലാഹ് ലൈസ ഫൗഖഹാ ദറജ, അല്ലാഹുവിന്റെ അടുക്കലുള്ള സ്വർഗ്ഗത്തിലെ ഉന്നതമായ പദവിയാണ് വസീലത്ത്. അതിന്റെ മേലഞ്ഞൊരു പദവിയില്ല. ഫസലുല്ലാഹ്, ആകയാൽ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണേ, അൻ യുഅ്തിയനി, എനിക്ക് നൽകാൻ അൽ വസീല, ആ പദവി അൽ വസീല. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ആവശ്യപ്പെട്ട അവിടുത്തെ വസീയത്തുകളാണ്. ഇനിയും സ്വർഗ്ഗത്തിൽ പദവി ഉയർത്തി കൊടുക്കുന്ന ഒരു വിഭാഗത്തെ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലാഹ ലയർഫഉ ദറജത ലിൽ അബ്ദി സ്സാലിഹി ഫിൽ ജന്ന ഫയഖൂൽ യാ റബ്ബ് യാ റബ്ബ് അന്നാ ലി ഹാദാ അന്നാ ലി ഹാദിഹി ബിസ്തിഗ്ഫാരി വലദിക ലക. ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അല്ലാഹു സാലിഹായ ഒരു അടിമക്ക് സ്വർഗ്ഗത്തിൽ അവന്റെ പദവിയാണ് ഉയർത്തിക്കൊടുക്കും. ആദ്യം പ്രവേശിപ്പിക്കപ്പെട്ടോടത്തല്ല, കുറച്ച് കഴിഞ്ഞാൽ പദവിയാണ് ഉയർത്തും, വലിയ പദവിയിൽക്കാണ് കൊണ്ടുപോകും. ഇയാൾ ചോദിക്കും, യാ റബ്ബ്, എന്റെ രക്ഷിതാവേ, അന്നാ ലി ഹാദിഹി, എന്തിപ്പോ എനിക്കൊരു പദവി, എന്തിപ്പോ പദവി കൂടാൻ എന്താ കാരണം? ബിസ്തിഗ്ഫാരി വലദിക ലക, എന്റെ മോൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ടാണ്. ബിസ്തിഗ്ഫാരി വലദിക ലക, നിന്റെ മകൻ നിനക്ക് വേണ്ടി പാപമോചനാർത്ഥന നടത്തിയിട്ടുണ്ട്. മക്കളുടെ ദുആ, മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വല്ലാത്തൊരു മുതൽക്കൂട്ടാണ് അവിടെ. സ്വർഗത്തിൽ പദവി ഉയരാനും അത് കാരണമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഒരു മനുഷ്യൻ മരിച്ചാലും എന്റെ കർമ്മങ്ങളൊക്കെ മുറിഞ്ഞു പോയാലും ബാക്കിയാകുന്ന 2-3 എണ്ണി പറഞ്ഞതൊന്നെന്താണ്? വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മകൻ അല്ലെങ്കിൽ മകൾ, നല്ല മക്കൾ. അതിനവരെ തയ്യാറാക്കണം, അതിനവരെ പ്രാപ്തരാക്കണം, അതിനവരെ യോഗ്യരാക്കണം, അതിന് വേണ്ട രൂപത്തിൽ അവർക്ക് കൊടുക്കണം. ഇമാം മരിച്ചാൽ എപ്പോഴും ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കൂലേ, ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കൂലേ? ഇടക്കിടക്ക് മക്കളോട് ചോദിക്കണം,
ഇടങ്ങളൊക്കെ ഞാൻ മരിച്ചങ്ങളെന്നെ ഓർക്കോ? ഇടക്കിടക്ക് ചോദിക്കണം. ഇതിന് ജീവിതത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോ തന്നെ അവരോട് പറയണം, മോനെ മോളെ 5 നേരത്തെ നിസ്കാരങ്ങൾ നീ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കരുതേ. അതൊരു ശീലമായ മക്കൾ നമ്മുടെ മരണശേഷവും അവർ പറഞ്ഞോളും, അവർ പ്രാർത്ഥിച്ചോളും. വലതുൻ സാലിഹുൻ യദഉ ലഹു, സ്വർഗത്തിൽ പദവി ഉയരാൻ വരെ കാരണമാണ്. അതേ അവസരത്തിൽ വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, പിന്നെ ബാപ്പാനെ മറന്നു, പിന്നെ ബാപ്പാന്റെ സ്വത്തിനുള്ള കടിപിടി കൂടിയായി, ഉമ്മാന്റെ സ്വത്തിനുള്ള കടിപിടിയായി, വേറെ അവരൊക്കെ മറന്നുപോയി. അങ്ങനത്തെ മക്കളല്ല. അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ. നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന അതൊരു വലിയ സമ്പത്താണ്, ഒരു വലിയ സമ്പാദ്യമാണ്. ആ സമ്പാദ്യം എന്തായിരിക്കും? അത് കേൾക്കുമ്പോ മനുഷ്യന്റെ ഒരു സന്തോഷം. പദവി ഉയർത്തേണ്, എന്റെ മോൻ നിനക്ക് വേണ്ടി ദുആ ചെയ്ത് ആ പുണ്യാണ് ഈ കാണുന്നത്. ഇസ്തിഗ്ഫാരി വലദിക ലക. അപ്പോ അതൊക്കെ സ്വർഗത്തിൽ പദവി ഉയരാൻ കാരണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സഹോദരന്മാരെ, സ്വർഗീയമായ ആനന്ദങ്ങളും സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഇനിയും ഒരുപാട് നമുക്ക് വിശദീകരിക്കുവാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗത്തിന് അവകാശികളായി തീരുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. നാം നിർവഹിച്ചിട്ടുള്ള നമ്മുടെ അമലുകളൊക്കെ എല്ലാ പോരായ്മകളിൽ നിന്നും മുക്തമായ നിലക്ക് റബ്ബ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ജോലികളിൽ അല്ലാഹു ഖൈറും ബർക്കത്തും ചൊരിയുമാറാകട്ടെ. നല്ലവരായ സന്താനങ്ങളെ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും അവരിൽ നിന്ന് നമുക്ക് കൺകുളിർമയെ അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പ്രയാസകരമായ അനുഭവങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله.